അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ നാടുകളിൽ വിപുലമായ രീതിയിൽ മീലാദ് ആഘോഷങ്ങൾ നടക്കാറുണ്ട്. പള്ളികൾ കേന്ദ്രീകരിച്ച്, ടൗണുകൾ കേന്ദ്രീകരിച്ച്, മദ്രസകൾ കേന്ദ്രീകരിച്ച് ഇങ്ങനെ കൂടുന്നിടങ്ങളിലെല്ലാം വിപുലമായ മീലാദ് ആഘോഷ പരിപാടികൾ വ്യത്യസ്തങ്ങളായ രീതിയിൽ വിപുലമായി തന്നെ നടക്കാറുണ്ട്. അതിൽ ഏറ്റവും പ്രാധാന്യമേറിയ ആഘോഷ ദിനങ്ങളിൽ ഒന്ന് നമ്മുടെ മദ്രസകളിൽ നടക്കുന്ന മീലാദ് നബിദിന സ്നേഹ സന്ദേശ റാലിയും വൈകുന്നേരങ്ങളിൽ രാത്രികളിൽ നടക്കുന്ന മീലാദ് പരിപാടികളുമാണ്. ഈ പരിപാടികളിൽ വെച്ച് ആദ്യമായി സ്റ്റേജിൽ കയറുന്ന വിദ്യാർത്ഥികൾ പിന്നീട് പ്രഗത്ഭരായ പ്രസംഗികരായി, പ്രഭാഷകരായി മാറുന്നത്, വലിയ വലിയ ഗായകരായി മാറുന്നത്, കല, സാമൂഹിക, സാംസ്കാരിക, വൈജ്ഞാനിക രംഗത്ത് തങ്ങളുടേതായ വ്യക്തിമുദ്രകൾ പതിപ്പിക്കുന്നത് നാം പലപ്പോഴും അനുഭവിക്കുന്നവരും അറിയുന്നവരുമാണ്. ഏറ്റവും പ്രാധാന്യമേറിയ ഒരു കാര്യം, ഇത്തരം ആഘോഷ പരിപാടികൾ നമ്മുടെ മദ്രസകളിൽ നടക്കുമ്പോൾ നല്ല മനോഹരമായ ഒരു ഗാനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ ഗാനങ്ങളും മനോഹരമാണ്. എങ്കിലും നമ്മുടെ കുട്ടികൾക്ക് പാടാൻ സാധിക്കുന്ന, അവരുടെ വയസ്സിന് അനുയോജ്യമായ രീതിയിൽ പാടാൻ സാധിക്കുന്ന നല്ല മനോഹരമായൊരു ഗാനം സെലക്ട് ചെയ്ത് അത് കൃത്യമായി പരിശീലനം നൽകി, സ്റ്റേജ് ഫിയർ ഇല്ലാതെ, അഥവാ വേദി ആദ്യമായി കയറുകയാണെങ്കിലും അതിൻ്റെ വെപ്രാളമോ അതിൻ്റെ പേടിയോ ഒന്നും കൂടാതെ മനോഹരമായ രീതിയിൽ അത് അവതരിപ്പിക്കാനുള്ള മികച്ച പരിശീലനം നൽകി അവരെ മദ്രസകളിൽ നബിദിന പരിപാടി നടക്കുന്ന അന്ന് അവരെ സ്റ്റേജിൽ കയറ്റി മനോഹരമായി ആ ഒരു ഗാനം അവർ ആലപിക്കുമ്പോൾ, നല്ല സപ്പോർട്ട് നാം കൊടുക്കുമ്പോൾ അതവർക്ക് നൽകുന്ന പ്രചോദനം വലുതാണ്. മദ്രസകളിൽ വിപുലമായ രീതിയിൽ നടക്കുമ്പോൾ ഗാനം ആലപിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, പ്രഭാഷണം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക്, ഗാനം മാത്രമല്ല പ്രഭാഷണമാകട്ടെ, നല്ല പരിപാടികൾ സെലക്ട് ചെയ്ത് കുട്ടികളെ അവരുടെ പ്രാഗൽഭ്യം തെളിയിക്കാനുള്ള മനോഹരമായ ഒരു നിമിഷമായി, ദിവസമായി അതിനുപയോഗപ്പെടുത്തുന്നത്. അതോടൊപ്പം തന്നെ അതിൻ്റെ മറ്റൊരു പോസിറ്റീവ് വശം എന്താണെന്ന് വെച്ചാൽ, കുട്ടികളുടെ മനസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുള്ള സ്നേഹം, ഇഷ്ക്, മഹബ്ബത്ത് ചെറിയ പ്രായത്തിൽ തന്നെ നിറക്കാനുള്ള നല്ലൊരു അസുലഭ നിമിഷമാണ്, മുഹൂർത്തമാണ് അതിലൂടെ നാം ചെയ്യുന്നത് എന്ന ഒരു കാര്യം നാം മനസ്സിലാക്കുക. ഒരു ഗാനം, ഒരു മനോഹരമായൊരു പ്രഭാഷണം അത് നമ്മുടെ വിദ്യാർത്ഥികൾക്ക്, മക്കൾക്ക് നാം കൊടുക്കുമ്പോൾ അതിലൂടെ അവരെ തിരുനബി സ്നേഹമാണ് നാം പഠിപ്പിക്കുന്നത്. അതിലൂടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാണെന്ന് തിരിച്ചറിയാനുള്ള മാർഗം കൂടെയാണ് അതിലൂടെ നാം കൈമാറ്റം ചെയ്യുന്നത്. തീർച്ചയായും നല്ല ഒരു ഗാനമോ നല്ലൊരു പ്രഭാഷണമോ സെലക്ട് ചെയ്ത് കൃത്യമായി പരിശീലനം നൽകി വിദ്യാർത്ഥികൾക്ക് അത് അവതരിപ്പിക്കാനുള്ള ഒരു ഇടം നമ്മുടെ മദ്രസകളിൽ ഉണ്ട്. അത് കൃത്യമായി ഉപയോഗപ്പെടുത്തുമ്പോൾ അതിലൂടെ ഒരുപാട് ആശയങ്ങൾ, ഒരുപാട് സന്ദേശങ്ങൾ, ഒരുപാട് പോസിറ്റീവുകളാണ്, ഊർജ്ജങ്ങളാണ്, നല്ല മോട്ടിവേഷനുകളാണ് വിദ്യാർത്ഥികൾക്ക് അതുകൊണ്ട് ലഭിക്കുന്നത്. നല്ലൊരു ഗാനമോ പ്രഭാഷണമോ സെലക്ട് ചെയ്ത് വിദ്യാർത്ഥികൾക്ക് നൽകുക, അത് കൃത്യമായി പരിശീലിപ്പിക്കുക, അത് അവർ അവതരിപ്പിക്കുന്ന സമയത്ത് നല്ല പ്രചോദനം നൽകുക. വീഴ്ചകളുണ്ടാകാം, കുറവുകളുണ്ടാകാം, ആദ്യമായി അല്ലെങ്കിൽ സ്റ്റേജ് ഫിയറൊക്കെ കാരണം ചിലപ്പോൾ മുഴുമിക്കാനോ പൂർത്തിയാക്കാനോ ഒക്കെ സാധിക്കാതെ വന്നേക്കാം. എങ്കിൽ പോലും അവരുടെ വീഴ്ചകളിൽ നാം കൂടെ നിന്നുകൊണ്ട് അവരെ പ്രചോദിപ്പിക്കുകയാണ് വേണ്ടത്. ചിലപ്പോൾ ആദ്യമായി ഇത്രയും ആളുകൾ മുന്നിൽ കാണുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ, പാതി വെച്ച് നിലച്ചു പോകുന്നതോ, പ്രഭാഷണം പകുതിക്ക് മുറിഞ്ഞു പോകുന്നതോ, പാട്ട് മനഃപ്പാടമുള്ളത് മറന്നു പോകുന്നതോ ഒക്കെ സംഭവിക്കാം. എങ്കിൽ പോലും അതിൽ അവരെ പരിഹസിക്കാതെ, കളിയാക്കാതെ ചേർത്തു നിർത്തി പ്രചോദനം നൽകി അടുത്ത വർഷം ഉഷാറാക്കാം, അല്ലെങ്കിൽ ഇതൊന്നും പ്രശ്നമില്ല എന്ന് തുടങ്ങി നല്ല മോട്ടിവേഷനുകൾ കൊടുത്ത്, പോസിറ്റീവ് വൈബുകൾ കൊടുത്ത്, പോസിറ്റീവ് നിർദ്ദേശങ്ങൾ കൊടുത്ത് അവരെ കൂടെ നിർത്തുമ്പോൾ നമുക്കതിലൂടെ ആ വിദ്യാർത്ഥിയുടെ ഭാവി സുരക്ഷിതമാക്കുന്നതോടൊപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുള്ള ഇഷ്ക് അവരുടെ മനസ്സിൽ നിറച്ചു കൊടുക്കാനും അതിലൂടെ സാധിക്കുന്നുണ്ട്. ഇത് വലിയ ഒരു പുണ്യപ്രവൃത്തിയാണെന്ന് തിരിച്ചറിഞ്ഞ് നാം ഉപയോഗപ്പെടുത്തുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.